ഇത് കൊള്ളാലോ, ആ, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്നേഹ ഉണ്ടാക്കിയതാ, ധനുഷിന് കൊടുക്കാൻ വേണ്ടി. ഛേ, ഈ വൃത്തികെട്ട സാധനം എനിക്കൊണ്ട് തരാൻ നിന്നോട് ആര് പറഞ്ഞു? നീയല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞത്. ആര് പറഞ്ഞു? ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നീ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. എന്ത് സ്വഭാവമാണോ ഇത്? എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന? സ്നേഹം ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും പായസം കൊള്ളില്ല എന്ന് പറഞ്ഞതല്ലേ? കൊള്ളാത്തതിനെ പിന്നെ എന്തു പറയണം? എനിക്ക് മനസ്സിലായി. അവളോട് നിന്റെ മനസ്സിൽ ഇത്രയും വെറുപ്പുണ്ടെന്ന് ഞാൻ എന്തായാലും വിചാരിച്ചില്ല. പായസം ആരുണ്ടാക്കിയാൽ എന്താ, അത് കൊണ്ടു തന്നത് ഞാനല്ലേ? അതിന് ഉണ്ടാക്കിയത് അവളല്ലേ? അങ്ങനെയാണെങ്കിലേ സന്ദീപിന് ഈ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല. അടുക്കളയിലെല്ലാം ഉണ്ടാക്കുന്നത് അവളും കൂടി ചേർന്നല്ലേ? എല്ലാ ദിവസവും നീ പുറത്തു പോയി 3 നേരം കഴിക്കോ? വേണ്ടി വന്നാലേ ഞാൻ കഴിക്കും. ഇതുപോലെ അവളുണ്ടാക്കിയതാണെന്നും പറഞ്ഞ് മേലിൽ ഒരു സാധനം കൊണ്ട് എന്റെ മുന്നിൽ വന്നു പോരുത്. പിടിക്ക, കൊടുക്കാൻ കൊണ്ട് അവൾക്കൊണ്ട് കൊടുത്തേക്ക്. നീ ഇത്രയ്ക്ക് ദുഷ്ടനാവരുത് സന്ദീപേ. എനിക്കറിയാം, നന്നായിട്ടിന്റെ വാക്ക് കേട്ടിട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. സ്നേഹയോട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരാളായിരുന്നു നീ. ശരിയാ, അവളൊരു തെറ്റ് ചെയ്തു. പക്ഷേ അച്ഛൻ വരെ അത് ക്ഷമിച്ചു. അവരെ ഈ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്തു. ഇപ്പൊ അച്ഛനും അവരും എല്ലാവരും നല്ല സന്തോഷത്തിലുമാ. എന്നിട്ടും നിനക്ക് നന്നായിട്ട് മാത്രം എന്താ അവരോട് ക്ഷമിക്കാൻ പറ്റാത്ത? ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിൽ കൂടി ഒഴുകുന്ന ചോര ഒന്നായതുകൊണ്ട്. ശത്രുക്കൾ നമ്മളെ ചതിച്ച അത് ശത്രു ആയതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ രക്തത്തെ ചതിച്ച അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, ക്ഷമിക്കാനും കഴിയില്ല. ജന്മം നൽകി അച്ഛൻ അവളോട് ക്ഷമിക്കാൻ കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് വയ്യ. ഇത് ദുർവാശിയാ. നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ഈഗോ ആണെന്ന് തന്നെ വെച്ചോ. അതുകൊണ്ട് ഇനി ഇതുപോലുള്ള പൊടിക്കൈകളും കൊണ്ട് എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. അവള് പായസം ഉണ്ടാക്കി പോലും. ഇതിനേക്കാൾ നല്ലതേ നീ എനിക്ക് കുറച്ച് വിഷം കലക്കി തരുന്നതാ.